നമ്മൾ യേശുനാഥൻ്റെ 3 വർഷത്തെ പരസ്യ ജീവിതം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 6-ാം ദിവസമാണ് യേശുനാഥൻ്റെ അത്ഭുത പ്രവൃത്തികൾ കാണുന്നത്. ശിഷ്യന്മാർ കൂടെ ഉണ്ടെങ്കിലും ആരും ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ യേശു പ്രാർത്ഥിക്കാനായിട്ട് അവരെ വിട്ട് ദൂരെ പോയി. കാരണം ഈ 12 ശിഷ്യന്മാരും പ്രാർത്ഥിക്കാത്ത നമ്മളെപ്പോലെയുള്ളവരാണ്. അവർക്ക് പ്രാർത്ഥനയൊന്നും വലിയ ഇഷ്ടമല്ല. അപ്പോൾ യേശുനാഥൻ അവരുടെ മുമ്പിൽ നിന്നും അകന്നു പോയി. വിജന സ്ഥലത്തേക്ക് നമ്മളെ കൊണ്ട് വിജന സ്ഥലത്തേക്ക് പോയി അവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് യേശുനാഥൻ പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്. 12 പേരും പ്രാർത്ഥിക്കുന്നില്ല. അങ്ങനെ ജനങ്ങൾ തടിച്ചുകൂടിയാണ് യേശുവിൻ്റെ വചനമൊക്കെ കേൾക്കാനായിട്ട്. എവിടെ യേശു വരുന്നോ അവിടെ ആൾക്കാർ ജനങ്ങൾ ഓടിക്കൂടെ. കാരണം അവൻ വലിയ അത്ഭുതങ്ങളെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. 12 ശിഷ്യന്മാരാകട്ടെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ യേശുനാഥൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പ്രാർത്ഥനയിലൂടെ വചനം പ്രഘോഷിക്കുകയാണ്. അങ്ങനെ യേശുനാഥൻ ഒരു കടൽ തീരത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ജനം ഓടിക്കൂടി അവരെ വായിൽ നിന്നും വരുന്ന വചനം കേൾക്കാനായിട്ട് ഓടിക്കൂടി. അങ്ങനെ അവിടെ 2 വള്ളങ്ങൾ കിടപ്പുണ്ടായിരുന്നു. ഒന്ന് ശിമോൻ്റെയായിരുന്നു, ശിമോൻ പത്രോസ്. യേശു പറഞ്ഞു ആ വള്ളത്തിൽ കയറിയിരുന്ന് കുറച്ച് അങ്ങോട്ട് നീക്കിടാൻ പറഞ്ഞു. അത് ആ വചനം പങ്കുവയ്ക്കുകയാണ്. ജനങ്ങൾ തൊട്ടിച്ചുകൂടി. വചനപ്രഘോഷണം കഴിഞ്ഞപ്പോൾ യേശു ശിമോനോട് പറഞ്ഞു ആഴത്തിലേക്ക് കുറച്ച് നീക്കി വല എറിയുക. അവർ വല നന്നാക്കിയായിരുന്നു, നിങ്ങൾക്ക് മീൻ കിട്ടും. ഉടനെ ശിമോൻ പത്രോസ് പറയും, രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചിട്ട് ഞങ്ങൾക്ക് ഒരു മത്സ്യവും ഒന്നും കിട്ടിയില്ല. എങ്കിലും ഗുരു നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വല ഇറക്കാം. വല ഇറക്കിയപ്പോൾ വല നിറച്ച് മത്സ്യം കിട്ടി. അത്ഭുതപ്പെട്ടു. അവർ വേറെ ആളെ ആംഗ്യം കാണിച്ച് വിളിച്ച് വല വഞ്ചിക്കകത്ത് കയറ്റി മത്സ്യം എടുത്തു. അവരും ശിവമാനും മറ്റുള്ളവരും കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോയി. കാരണം ഇത്രയേറെ മത്സ്യം അവർക്ക് കിട്ടിയിട്ടില്ല. അപ്പം നമ്മുടെ ദൈവമായ കർത്താവ് കൊടുക്കുന്നത് വാരിക്കോരിയാണ്. അവൻ്റെ കണ്ണിന് കുളിർമയായിരുന്നത്. അവസാനം ശിമോൻ പത്രോസിനോട് യേശു പറയും, നിന്നെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. ആ വചനം നമുക്കൊന്ന് ശ്രവിക്കാം. ലൂക്കയുടെ സുവിശേഷം 5-ാം അധ്യായം 1 മുതലുള്ള തിരുവചനം. ദൈവവചനം സേവിക്കാൻ ജനങ്ങൾ അവന് ചുറ്റും തിങ്ങിക്കൂടി. യേശുനാഥൻ ഒരു കടൽ തീരത്ത് നിൽക്കുകയാണ് വെറുതെ. ജനം യേശുവിനെ കണ്ടപ്പോഴത്തേനും ഓടിക്കൂടി തിങ്ങി. ആൾക്കാർ വായിൽ നിന്ന് വരണ വചനം കേൾക്കാനായിട്ട് തിങ്ങിക്കൂടെയാണ് അടുത്തിരിക്കാൻ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മൈക്കൊന്നുമില്ല. നമ്മളെപ്പോലെ ഉറക്കെ പറയണമെന്നുള്ളൂ, പക്ഷെ എല്ലാവരും കേൾക്കും, മനസ്സിലാവും. അക്കാലത്ത് മൈക്കൊന്നുമില്ലല്ലോ. അപ്പം അടുത്ത് കയറാനായിട്ട് തിക്കും തിരക്കുമായി എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഹല്ലേലൂയ. അവൻ കനാസര തടാകത്തിൻ്റെ തീരത്ത് നിൽക്കുകയായിരുന്നു. കടൽ തീരത്ത് നിൽക്കുകയായിരുന്നു. 2 വള്ളങ്ങൾ കരയ്ക്കടുത്ത് കിടക്കുന്നത് അവൻ കണ്ടു. 2 വള്ളങ്ങൾ കരയ്ക്കടുത്ത് കിടക്കുന്നത് യേശുനാഥൻ കാണുകയാണ്. മീൻ പിടുത്തക്കാരുടെ ആയിരുന്നു ആ വള്ളം. അവയിൽ നിന്നിറങ്ങി വല കഴുകിയായിരുന്നു ശിഷ്യന്മാരെല്ലാം. യേശു അതിലൊരു വള്ളം നോക്കി. അങ്ങനെ ആ വള്ളത്തിൽ യേശുനാഥൻ കയറിയിരിക്കുകയാണ്. ശിമോൻ്റേതായിരുന്നു വള്ളങ്ങളിൽ ഒന്ന്. യേശു അതിൽ കയറി കരയിൽ നിന്നും അല്പം അകലെയുള്ള വള്ളം നീക്കി അവനോട് യേശു ആവശ്യപ്പെട്ടു. അതിൽ കയറിയിരുന്നിട്ട് യേശു പറഞ്ഞു ഈ വള്ളം അല്പം അകലേക്ക് നീക്കാൻ പറഞ്ഞു, കടലിലേക്ക്. എന്നിട്ട് യേശുനാഥൻ വള്ളത്തിൽ ഇരിക്കുന്നു. അതിൽ ഇരുന്നു അവൻ ജനങ്ങളെ പഠിപ്പിച്ചു. അങ്ങനെ ആ വള്ളത്തിൽ ഇരുന്നിട്ട് ജനങ്ങളെ പഠിപ്പിക്കുകയാണ് യേശുനാഥൻ. വചനം പഠിപ്പിക്കുക, വചനം പറയുക.
സംസാരിച്ച് തീർന്നപ്പോൾ അവൻ ശിമോനോട് പറഞ്ഞു. അങ്ങനെ പഠിപ്പിച്ചു, വചനം കൊടുത്തു, അവർക്ക് ഇഷ്ടപ്പെട്ടു. ശിമോൻ്റെ വെള്ളത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അവർക്ക് അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാണ്ട് വന്നപ്പോൾ വല നന്നാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് യേശു വന്നത്. യേശു വെള്ളത്തിൽ കയറി വചനം പങ്കുവെച്ച്. വചനം കഴിഞ്ഞപ്പോൾ ശിമോനോട് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വല എറിയുക. ശിമോൻ പത്രോസിനോട് പറയുന്നു, ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വല എറിയുക. ശിമോൻ പറഞ്ഞു, ഗുരു, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. രാത്രി മുഴുവൻ അധ്വാനിച്ച് ഒന്നും കിട്ടിയില്ല. നിരാശയായിട്ട് അവർ കരക്കിറങ്ങി വല നന്നാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് യേശുനാഥൻ വരുന്നത്. എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വല ഇറക്കാം. ശിമോൻ പത്രോസ് പറയുന്നു, എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വല ഇറക്കാം. വല ഇറക്കിയപ്പോൾ വളരെയേറെ മത്സ്യങ്ങൾ അവർക്ക് കിട്ടി. വളരെയേറെ മത്സ്യം. വളരെയേറെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ഇത്രയേറെ മത്സ്യം ഒരിക്കലും കിട്ടിയിട്ടില്ല. അത്രയേറെ മത്സ്യമാണ് ഈ വള്ളത്തിൽ കിട്ടിയേക്കുന്നത്, മലയിൽ കിട്ടിയത്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കി, യേശു കൊടുക്കുന്നത് വാരിക്കോരിയാണ്, തൃപ്തി വരുവോളം. ഒരു കാരണവശാലും ഒരു പിറുപിറുപ്പ് പോലും ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ ദൈവമായ കർത്താവ് വാരിക്കോരി തരുന്നവനാണ്. പിശുക്കി തന്നെ അത് മനുഷ്യനാണ്. ദൈവം അങ്ങനെയല്ല. അവൻ്റെ വയറ് നിറയോളം, അവൻ്റെ കണ്ണുകൾ കുളിർമയേറുന്നോളം ദൈവമായ കർത്താവ് വാരിക്കോരി കൊടുക്കും. അതാണ് അവൻ്റെ സ്നേഹം. അവിടെ വല കീറി തുടങ്ങി. ഇത്രയേറെ മത്സ്യം കിട്ടിയപ്പോഴത്തേനും അവരുടെ വല കീറി തുടങ്ങി, വലിച്ച് കയറ്റാൻ പറ്റാതെ. എന്തുമാത്രം മത്സ്യം ഉണ്ടാകുമെന്നറിയാമോ? കീറി തുടങ്ങി. അവർ മറ്റ് വള്ളത്തിലുണ്ടായിരുന്ന കൂട്ടുകാരെ ആംഗ്യം കാണിച്ചു സഹായത്തിന് വിളിച്ചു. ആംഗ്യം കാണിച്ച് കൈകൊണ്ട് വരാൻ പറഞ്ഞു. കാരണം കടലാണല്ലോ, അപ്പോൾ തിരമാല സൗണ്ട് കൊണ്ട് ഒച്ചത്തിൽ വിളിച്ചാൽ കേൾക്കില്ല. അപ്പോൾ ആംഗ്യം കാണിച്ച് വരുത്തി. അവരെയും കൂടി വരുത്തി വള്ളത്തിലേക്ക് ഈ മീൻ വലിച്ച് കയറ്റി. അപ്പോൾ എന്തുമാത്രം മത്സ്യം കിട്ടിയെന്ന് നോക്കിയേ. അവരുടെയൊക്കെ ജീവിതത്തിൽ ഇന്ന് വരെ ഇത്രയും മത്സ്യം കിട്ടിയിട്ടുണ്ടാവില്ല. ഹല്ലേലൂയ. അവർ വന്ന് 2 വള്ളങ്ങളും മുങ്ങുവോളം നിറച്ചു. ഒരു വള്ളമല്ല, 2 വള്ളങ്ങളും. 2 വള്ളത്തിൽ മുങ്ങുവോളം, വള്ളം കടലിൽ മുങ്ങുവോളം നിറച്ചു മത്സ്യം. അത്രയേറെ മത്സ്യം കിട്ടി. കണ്ടോ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. അത്രയേറെ മത്സ്യം കിട്ടി. അവർ രാത്രി മുഴുവൻ അധ്വാനിച്ചതാ, ഒന്നും കിട്ടിയില്ല. യേശു ഒരു വാക്ക് പറഞ്ഞോളൂ, ആഴത്തിലേക്ക് നീക്കി വലയിടുക, നിങ്ങൾക്ക് വല്ലതും കിട്ടും. അവരെ ഇറക്കി, വിശ്വസിച്ച്, അവൻ്റെ വാക്ക് വിശ്വസിച്ച് അവൻ വലയിറക്കി. 2 വള്ളത്തിൽ കൊള്ളാവുന്ന മത്സ്യമാണ് കിട്ടിയത്. ഹല്ലേലൂയ. വള്ളങ്ങളും മുങ്ങുവോളം നിറച്ചു. വള്ളം 2 വള്ളങ്ങളും മുങ്ങുവോളം നിറച്ച് മത്സ്യം. പിടിച്ച കൂട്ടിയാണ്. പിന്നെയും പോകാൻ തോന്നണില്ല ശിഷ്യന്മാർക്ക്, ഈ ശിമോന്. കാരണം അത്രയേറെ മത്സ്യം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. യേശുനാഥൻ്റെ ഒരു ഒറ്റ വാക്കാണ് അവിടെ നിന്ന് വന്ന ആ മത്സ്യം. അത്ഭുതമാണ്. അപ്പോൾ ഈ ശിമോനൊക്കെ കൂടെയുണ്ട്. അവർ പണിക്ക് പോവുകയും ചെയ്യും, യേശുവിൻ്റെ കൂടെ വരികയും ചെയ്യും. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ യേശുനാഥൻ ശിഷ്യന്മാർക്ക് ഒരു അത്ഭുതം പ്രവർത്തിക്കാനായിട്ട് വിടുന്നില്ല, കാണിക്കില്ല. കാരണം എന്താണ്? അവർക്ക് പ്രാർത്ഥനയില്ല. പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് അത്ഭുതം ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ശീശുന്ന് പോവും, ശൂശുന്ന് വരും. ഒരനുഭവം ഉണ്ടാവില്ല. അങ്ങനെ എത്ര പേരെ നമുക്ക് കാണാൻ പറ്റുമല്ലേ? പല സ്ഥലത്തും 15 ഘോഷണം 5 ദിവസം 3 ദിവസം കൂടിയിട്ട് ഒരു അനുഭവമില്ലാത്ത, വെറുതെ ഒരു മുട്ടിക്കാള പോലെ ഇങ്ങനെ നിൽക്കണ കാണാൻ പറ്റും നമുക്ക്. വെറുതെ ഒരു അനുഭവമില്ലാത്തവർ എത്ര പേരുണ്ട് അങ്ങനെ. അതുപോലെ ഈ ശിഷ്യന്മാർ ഇപ്പോൾ യേശുനാഥൻ്റെ കൂടെ, യേശുനാഥനാണ് എല്ലാം പറയണതും പ്രവർത്തിക്കണതും. വലിച്ചു കേട്ട അവർക്ക് പറ്റണുണ്ടോ? ഒന്നും പറ്റണില്ല. അവർ രാത്രി മുഴുവൻ അധ്വാനിച്ച് ഒന്നും കിട്ടിയില്ല. അവർ തിരഞ്ഞെടുത്തതാണ് ശിമോനെ. ശിമോൻ പത്രോസ് ഇത് കണ്ടപ്പോൾ യേശുവിൻ്റെ കാൽക്കൽ വീണു.
നോക്കിയേ, ശിമോൻ പത്രോസ് ഇത്രയും മീൻ കണ്ടപ്പോൾ അവൻ്റെ കാൽക്കൽ വീണു. അവന് പ്രാർത്ഥനയില്ല. ദൈവമായ കർത്താവ് പ്രാർത്ഥിക്കണ വ്യക്തിയാണ്. ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുമ്പോഴും അവൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്. രാവിലെ പ്രാർത്ഥിക്കും, സമയം കിട്ടുമ്പോഴൊക്കെ പിതാവിനോട് പ്രാർത്ഥിക്കും. അതുകൊണ്ട് എന്ത് വന്ന് എവിടെ എന്ത് ചെയ്താലും അത്ഭുതം. പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് അത് സാധിച്ച് കിട്ടുക തന്നെ ചെയ്യും. 2 വഞ്ചിയിൽ കാല് കുത്തരുത്. കാൽക്കൽ വീണു. കർത്താവേ, എന്നിൽ നിന്നും നീ അകന്നു പോകണമേ. പത്രോസ് പറയും, നീ എന്നിൽ നിന്നും അകന്നു പോകണമേ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? യേശുനാഥൻ ദൈവപുത്രനാണ്. ഒന്ന്. രണ്ടാമത് അവൻ പ്രാർത്ഥിക്കണ വ്യക്തിയാണ്. അപ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്തേക്ക് മറ്റു പ്രാർത്ഥിക്കാത്ത ഒരു വ്യക്തിക്ക് നിൽക്കാൻ പറ്റില്ല. കാരണം അവനിൽ പ്രവർത്തിക്കുന്ന ദുഷ്ടാത്മാവ് അവനെ പുറകോട്ട് വലിക്കും. പോകാം. യേശുനാഥന് മുമ്പിൽ അവന് നിൽക്കാൻ പറ്റണില്ല. ഞാൻ പാപിയാണ് എന്ന് പറഞ്ഞ്, എന്തെന്നാൽ ഞങ്ങൾക്ക് കിട്ടിയ മീനിൻ്റെ പെരുപ്പത്തെ ഓർത്ത് ശിമോൻ കൂടെ ഉണ്ടായിരുന്നവരും അത്ഭുതപ്പെട്ടു. പാവിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ശിമോൻ പത്രോസും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരും മീൻ കണ്ടിട്ട് വളരെയധികം അത്ഭുതപ്പെട്ടു. ഇത്രയേറെ മത്സ്യം ഇതെങ്ങനെ കിട്ടി? മറ്റുള്ളവർ ആംഗ്യം കാണിച്ചിട്ട് അവരുമുണ്ട്, അവർക്കും കിട്ടിയിട്ടില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി യേശുനാഥൻ്റെ ഓരോ പ്രവൃത്തികളും. ഹല്ലേലൂയ. അതുപോലെ തന്നെ അവൻ്റെ പങ്കുകാരായ സെബദി പുത്രന്മാർ യാക്കോബ്, യോഹന്നാൻ വിസ്മയിച്ചു. എല്ലാ ശിഷ്യന്മാരും 12 ശിഷ്യന്മാരും ഉണ്ട് അവിടെ. ഒരാൾക്കും ഒരു അത്ഭുതവും ചെയ്യാൻ പറ്റാനില്ല. എന്തുകൊണ്ടാണ്? പ്രാർത്ഥനയില്ല. തിന്ന് കുടിച്ച് അങ്ങനെ പോകണം, യേശുവിൻ്റെ കൂടെ നടക്കണം, എന്നെ കാണുന്നു, എല്ലാം അത്രയേ ഉള്ളൂ. വേറെ ഒന്നും അവർക്ക് ചെയ്യാനേ പറ്റാനില്ല. അപ്പോൾ അത്ഭുതപ്പെട്ടു അവർ. യേശു ശിമോനോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നീ ഇപ്പോൾ മുതൽ മനുഷ്യരെ പിടിക്കുന്നവരാകും. ശിമോൻ പത്രോസിനോട് യേശുനാഥൻ പറയുന്നു, നീ ഭയപ്പെടേണ്ട, നിന്നെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. യേശു കുറേശ്ശെ അടുത്തടുത്ത് വരെയാണ് അവർക്ക് അത്ഭുതം പ്രവർത്തിക്കാനുള്ള വഴി തുറക്കാൻ പോവുകയാണ്. വള്ളങ്ങൾ കരയ്ക്ക് അടുപ്പിച്ചതിന് ശേഷം എല്ലാം ഉപേക്ഷിച്ച് അവർ അവനെ അനുഗമിച്ചു. വള്ളം അടുത്ത് കരയിലേക്ക് കയറ്റിയിട്ട് യേശുനാഥനെ അനുഗമിക്കുകയാണ് അവർ എല്ലാവരും. കുറേശ്ശെ മനസ്സൊക്കെ മാറാൻ തുടങ്ങി. കാരണം അവർ ഇത്രയേറെ മത്സ്യം കിട്ടിയല്ലോ എന്ന്. അപ്പോൾ അവർ ആലോചിക്കണ്ടാവും, യേശുനാഥൻ ഇങ്ങനെ സാധിക്കണം. ഇവരൊരു മനുഷ്യനാണല്ലോ, ഒരു പ്രവാചനാണ്, എന്നെപ്പോലെ നമ്മളെപ്പോലെ. ദൈവമാണെന്നൊന്നും അവർക്കറിയില്ല. അപ്പം നമുക്കും ഇത് സാധിക്കില്ലേ എന്നൊക്കെ കരുതി അവർ അനുഗമിക്കുകയാണ് യേശുനാഥൻ. ഇന്ന് 6-ാം ദിവസമാണ്. ഇനിയും നമ്മളവിടെ കണ്ടിന്യൂ തുടങ്ങും. കാരണം ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തുന്നുണ്ട്. അത് എപ്പോഴാണെന്ന് നമുക്ക് വരും തോറും കാണാൻ പറ്റും. ആവേ മരിയ. പ്രൈസ് ദി ലോർഡ്.